എല്ലാ മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യപാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കുട്ടികൾ നിരവധി പഠന വൈകല്യങ്ങൾ ദൃശ്യമാകാറുണ്ട്. കുട്ടികളിൽ കണ്ടുവരുന്ന പഠന വൈകല്യങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ശ്രദ്ധയില്ലായ്മയും അമിതാവേശവും. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ഏറെ ശ്രദ്ധേയമായ ഈ വിഷയമാണ്, കുട്ടികളിലെ ശ്രദ്ധയില്ലായ്മയും അമിതാവേശവും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ ബേല ജെ.കെ., ഡയറക്ടർ, സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ്. സ്വാഗതം ചെയ്യുന്നു മാഡത്തെ ആദരപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം മാഡം. മാഡം, നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ശ്രദ്ധയില്ലായ്മയെക്കുറിച്ചും അമിതാവേശത്തെക്കുറിച്ചുമാണ്. നമുക്കറിയാം, കുട്ടികളിൽ നിരവധി പഠന വൈകല്യങ്ങൾ ദൃശ്യമാകാറുണ്ട്. ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ തുടങ്ങി നിരവധി പഠന വൈകല്യങ്ങൾ. പലപ്പോഴും അക്ഷരം അറിയായിരിക്കും, പക്ഷെ എഴുതി ഫലിപ്പിക്കുവാൻ സാധിക്കാതെ പോവുക. ആശയങ്ങൾ അറിയായിരിക്കും, പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ പോവുക. അതുപോലെ തന്നെ ഗണിതത്തിൽ വളരെ വീക്കാവുക. മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കാൻ സാധിക്കുന്നുവെങ്കിലും കണക്കിലെ ചെറിയ സമസ്യകൾ പോലും ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരിക. ഇത്തരത്തിൽ നിരവധി പഠന വൈകല്യങ്ങൾ ദൃശ്യമാകുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന് വളരെയധികം പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. നമുക്ക് ആദ്യമായി വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതൊക്കെ പഠന വൈകല്യങ്ങളെക്കുറിച്ചാണ് സെന്റർ പഠനം നടത്തുന്നത് എന്നതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കുക. ഈ സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് പ്രാധാന്യമായിട്ടും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വൈകല്യമുള്ള കുട്ടികളെ എംപവർ ചെയ്യുക അല്ലെങ്കിൽ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. ഈ വൈകല്യം എന്ന് പറയുമ്പം ബുദ്ധിമാന്ദ്യം സംഭവിച്ചതുകൊണ്ട്, കാഴ്ചയില്ലാതെ വരുന്നത്, അംഗവൈകല്യം ഉണ്ടാവുക, കേൾവിക്ക് കുറവുണ്ടാവുക, സംസാരശേഷി ഇല്ലാതെ വരിക, ഇതെല്ലാം വൈകല്യത്തിൽ പെടുന്നതാണ്. ഇതിനോടൊപ്പമാണ് പഠന വൈകല്യം. പഠന വൈകല്യത്തിന് നമ്മൾ ഇപ്പോൾ സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് 2 ഗവേഷണമാണ് ചെയ്തിരിക്കുന്നത്. അത് ഓട്ടിസത്തിലും ADHD ആണ്, അറ്റൻഷൻ ഡെഫിഷ്യന്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ബേസിക്കലി അവിടുത്തെ പഠനങ്ങൾ കൂടുതലും ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ടൂൾസ് ഡെവലപ്പ് ചെയ്യുക, എന്നുവെച്ചാൽ അസിസ്റ്റീവ് ഡിവൈസസ് എന്നുള്ളതാണ്. ഇതിന് തൊട്ട് പിറകെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോ പണ്ട് ഇങ്ങനത്തെ വൈകല്യമുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂൾസ് ആയിരുന്നു, സ്പെഷ്യൽ സ്കൂൾസാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ലോകം സ്പെഷ്യൽ സ്കൂൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നോർമൽ സ്കൂളിൽ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പൊ നാട്ടിലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. പക്ഷെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് ആ ക്ലാസ് റൂമിൽ നിന്ന് മറ്റൊരു നോർമൽ കുട്ടിക്ക് കിട്ടുന്ന അതേ ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ നോളജ് അത് അക്വയർ ചെയ്തിരിക്കണം. ഇങ്ങനത്തെ കുട്ടികൾക്ക് നോർമൽ സ്കൂളിൽ ഇരിക്കുമ്പോൾ വേണ്ടുന്ന അസിസ്റ്റീവ് ഡിവൈസസ്, എഡ്യൂക്കേഷൻ ടൂൾസ് കൂടെ CDS ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിലും പഠന റിസർച്ച് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. മറ്റു രാജ്യങ്ങളിലുള്ള അതേ ടൂൾസ് തന്നെ നമ്മളിവിടെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മേഡം, അതുപോലെ തന്നെ മേഡം ഇപ്പോൾ പറയുകയുണ്ടായി പഠന വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികൾ. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലൊക്കെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിൽ തന്നെ വളരുന്ന ഒട്ടനവധി കുട്ടികളുണ്ട്, പഠന വൈകല്യം നേരിടുന്ന കുട്ടികൾ. അതുകൊണ്ട് തന്നെ പഠനം സുഗമമായി മുന്നോട്ട് പോകാത്ത പഠിതാക്കൾ, വിദ്യാർത്ഥികൾ. ഇവർക്ക് സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ സെന്ററിന്റെ സേവനം ലഭ്യമാകുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബേസിക്കലി സെന്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ പഠന വൈകല്യം എന്താണ് കുട്ടിക്ക് ഉള്ളതെന്നുള്ളത് നിർണ്ണയിക്കുക. അപ്പൊ അത് അസസ്മെന്റ് നല്ല രീതിയിൽ പ്രൊഫഷണൽസിനെ കൊണ്ട് അസസ് ചെയ്യുക. ചിലപ്പോൾ കുട്ടി പഠിക്കുന്നില്ല, ക്ലാസ്സിൽ മാർക്ക് വാങ്ങിക്കുന്നില്ല, പിന്നോക്കം നിൽക്കുകയാണ് എന്ന് മാത്രമേ മാതാവിനും പിതാവിനും അറിയാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ ഒരു ക്ലിനിക്കൽ സൈക്കോളജി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് കുട്ടിക്ക് വാസ്തവത്തിൽ എന്ത് പഠന വൈകല്യമാണ്. ഈ പഠന വൈകല്യം നമുക്ക് അറിയാൻ പറ്റില്ല. മറ്റു വൈകല്യം എന്ന് വെച്ചപ്പോൾ കാഴ്ചയെല്ലാം നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അത് ആദ്യം അസസ് ചെയ്യാനായിട്ടുള്ള നമുക്ക് എല്ലാ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ നമ്മൾ അവിടെ കൗൺസിലിംഗിൽ അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഫ്രൈഡേ, സാറ്റർഡേ ആണ്. അപ്പൊ ആ സെന്ററിൽ ഫ്രീ ആണ്, ഗവൺമെന്റ് സർക്കാരിൻ്റെതായതുകൊണ്ട് ₹1 പോലും അടയ്ക്കേണ്ട കാര്യമില്ല. അവിടെ വന്ന് വളരെ ഫ്രീ ആയിട്ട് നിർണ്ണയിക്കാം. എന്താണ് കുട്ടിക്ക് വൈകല്യം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാം. ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതിനാവശ്യമുള്ള റെമഡിയൽ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളൊരു ഗൈഡൻസ് ഞങ്ങൾ കൊടുക്കുന്നു. നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ശരിയാണ്, നമുക്ക് ആരാധന. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം സാർ. പേരെന്താണ്? എന്റെ പേര് അശോകൻ, പോത്തങ്കോടുന്ന്. സാർ, നാം ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ശ്രദ്ധയില്ലായ്മയെ കുറിച്ചും അമിതാവേശത്തെ കുറിച്ചുമാണ്. മാഡം കൊണ്ട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ സാർ. മാഡം നമസ്കാരം. നമസ്കാരം. എന്റെ മോന് ചെറുതും മുതലേ എന്നെ പഠനത്തിന് ഇച്ചിരി മോശമായിരുന്നേ. അപ്പൊ എന്നെ എഴുത്തിനെത്തിയത് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത് അതിന്റെ ആണോ? മൂത്ത പിള്ളേരെയൊക്കെ പള്ളിയിലാണ് ഇരിച്ചത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക്
അതിന്റെ വൈകല്യമാണോ ഇനി പഠിത്തത്തിലുള്ള കുറവാണോ ഇനി ടീച്ചർമാരുടെ ഇടപെടൽ? കാരണം ഇത്തിരി മുൻപേക്ഷകളാണ്. ഇപ്പൊ +2 പഠിക്കുകയാണ്. ഇപ്പൊ എന്തിന് പഠിക്കുന്നു? ഇപ്പൊ +2. ഓക്കെ, +2 എപ്പോഴാണ് ഈ പഠന വൈകല്യം കണ്ടു തുടങ്ങിയത്? ആദ്യമേ പഠിക്കാറില്ല. ബുക്ക് നോക്കിയിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മടക്കി വെച്ചിട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പൊ ആദ്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പള്ളിയിൽ എഴുത്തിനിരുത്തിയാലും അമ്പലത്തിൽ എഴുത്തിനിരുത്തിയാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. അത് ഒരു വൈകല്യം ഉണ്ടാവാനുള്ള ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ +2 പഠിച്ചപ്പോഴത്തേക്ക് ടീച്ചർമാര് ഇങ്ങനെ ഓരോ ഇവർക്കൊരു ഫ്രീഡം കൊടുക്കാതെ തലമുടി തന്നെ പറ്റിയാലും ഡ്രസ്സിങ്ങിന്റെ ഒക്കെ വേറെ ഇങ്ങനെ ഇവർക്ക് ഓരോ മനസ്സിങ്ങനെ മാറി വരെയാണ്. അപ്പൊ ആ കാരണത്താൽ ഇപ്പം പഠനത്തിലൊരു കുറവ് വരെയാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ബോധവൽക്കരണമൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് ഒരുവിധം വായിച്ചു വരണതുണ്ട്. അതിലെന്തെങ്കിലും ദോഷമാണോ എന്നറിയാനത്? ദോഷം എന്ത് ദോഷം മനസ്സിലായില്ല ചോദ്യം. അല്ല, ഇങ്ങനെ പഠിക്കാത്തതിന്റെ കാരണം. അല്ല, ആദ്യം നമ്മൾ അറിയേണ്ട, ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പല കാരണങ്ങളാണല്ലോ. ഒന്ന്, ചിലപ്പോൾ പഠിക്കാൻ താല്പര്യമില്ലായിരിക്കും, വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് താല്പര്യക്കുറവുണ്ടായിരിക്കും. ഒരുപാട് അമിതമായിട്ട് നമ്മൾ പഠിക്കുന്നു പറയുമ്പോൾ തന്നെ ചില കുട്ടികൾ റിബല്യസ് ആയിട്ട് പഠിക്കാതിരിക്കാറുണ്ട്. അപ്പൊ അത് എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാക്കിയത്. ചിലപ്പോൾ ഈ റിബല്യസ് ക്യാരക്ടർ ആണെന്ന് വെച്ചാൽ എന്താ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിൽ, എങ്കിൽ ശരി ഞാൻ ഇത് പഠിക്കുന്നില്ല, അത്ര അധികം എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു കൗൺസിലറിനെ കാണിച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കുട്ടിക്ക്. അതായിരിക്കും നല്ലത്. ഇപ്പൊ പഠന വൈകല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. 12ാം ക്ലാസ് വരെയൊക്കെ നല്ലതായിട്ട് പഠിച്ചല്ലോ. അപ്പൊ ഇതൊരു ഈ ഒരു പ്രായത്തിലുണ്ടാവുന്ന ഒരു പ്രശ്നം കൂടെ ആകാം. ഓക്കെ സാർ, വളരെയധികം നന്ദി. ഇവിടെ നാം സംസാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റഡീസിന്റെ സേവനം നമുക്ക് ലഭ്യമാകുക. അപ്പൊ നമ്മുടെ സെന്ററിന്റെ നമ്പർ 047123452627. ഈ നമ്പറിൽ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുക. വെള്ളിയാഴ്ച ശനിയാഴ്ച വരിക. വന്ന് ദൂരെ നിന്ന് വരുന്നവര് അത് പറയുകയാണെങ്കിൽ, നമ്മൾ കാസർഗോഡ് നിന്നാണ് വരുന്നത്, ചിലവർ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരും അവധികാലത്തിൽ വരുമ്പോൾ അവർ ഇങ്ങനെ പറയും. അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ ദൂരെ നിന്നാണെന്ന് പറയുകയാണെങ്കിൽ കഴിയുന്നതും ഈ വരുന്ന 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ അസസ്മെന്റും വേണ്ടുന്ന റെമഡിയൽ മെഷേഴ്സും കൊടുക്കാനുള്ള ഡേറ്റ്സ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ടെലിഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇമെയിൽ ID ഉണ്ട് cdstvpm@gmail.com. ഇതുപോലെ തന്നെയാണ് മാഡം സ്കൂളുകൾക്ക് ബന്ധപ്പെടുക. അതായത് ഇപ്പോൾ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠന വൈകല്യമാണ് എന്ന് മനസ്സിലാക്കുകയും സ്കൂൾ അറിയുകയും ചെയ്യുമ്പോൾ സ്കൂളുകൾക്ക് ഇപ്പൊ ഒരു ടീച്ചറിന് തോന്നുകയാണ് ഈ കുട്ടിയെ എനിക്ക് ഈ ക്ലാസ്സിൽ ഈ കുട്ടിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പ്രൊഫഷണൽ ആവശ്യമുണ്ട്, ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടി ഞാൻ പറയുന്നത് അനുസരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഈ പ്രശ്നം കാണിക്കുന്നതെന്ന് ടീച്ചറിനും അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പേരന്റിനെ വിളിക്കുക. അവരെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. പലപ്പോഴും പേരന്റ്സിന് ടീച്ചേഴ്സ് പറയുന്നത് ഇഷ്ടപ്പെടില്ല. കാരണം അങ്ങനെ എന്റെ മകന് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ മോൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് തന്നെ പറയുന്നേക്കാളും നല്ലത് ഒരു കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഇപ്പോ കാണിക്കുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കിട്ടണമെങ്കിൽ, കുറച്ചുകൂടെ മെമ്മറിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെ ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് പേരൻസ് തന്നെ കുട്ടികളെ കൊണ്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ടീച്ചർ ത്രൂ പേരന്റ് റെഫർ ചെയ്യുക. പക്ഷെ ടീച്ചറിന് വേണമെങ്കിൽ ഒരു റെഫറൻസ് നോട്ട് വിടാം. അപ്പൊ ഇപ്പൊ പേരന്റ് നമ്മളോട് എല്ലാം പറയണമെന്നില്ല. അപ്പൊ എന്താണ് ക്ലാസ് റൂമിലെ പ്രോബ്ലം, എന്താണ് ബിഹേവിയർ പ്രോബ്ലം ആണോ, അത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ കുട്ടിയെ കൊണ്ട് പ്രോബ്ലം ഉണ്ടോ, എന്താണ് എക്സാക്ട് പ്രോബ്ലം എന്നുള്ളത് ടീച്ചർ ഒരു നോട്ട് പേരന്റിന്റെ കൈ കൊടുത്തിട്ടാൽ അത് നമുക്ക് നിർണ്ണയിക്കാനും അതുപോലെ തന്നെ റെമഡിയൽ മെഷേഴ്സ് കൊടുക്കാനും കുറച്ചും കൂടെ കണ്ടത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. സമീക്ഷ വെള്ളിയാഴ്ചകളിൽ രാവിലെ 11:02.
പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലമഞ്ഞുമാലയിട്ട് നിലാവുകൾ മെല്ലെയന്നവൾ മുന്നിൽ വന്നപ്പോ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. സംസാരിക്കുന്ന വിഷയം കുട്ടികളിൽ കണ്ടുവരുന്ന ശ്രദ്ധയില്ലായ്മയും അമിതാവേശവും. മാഡം, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? പേരെന്താണ് സാർ? പേര് മണികണ്ഠൻ. എവിടുന്നാണ് മണികണ്ഠൻ വിളിക്കുന്നത്? ഞാൻ പേരൂർക്കട. ചോദിച്ചോളൂ മണികണ്ഠൻ, മാഡത്തോട് ചോദിച്ചോളൂ. എനിക്ക് എന്റെ മകനാണെങ്കിൽ പഠിക്കുന്നില്ല കേട്ടോ. എന്താണ് പ്രായം? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ് അവൻ. അല്ല, 8-ലല്ല, 4-ലാണ്. 8 വയസ്സാണ്. പറഞ്ഞോളൂ സാർ. അപ്പം എഴുതാനും വായിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. എഴുതാനും വായിക്കാനും പ്രയാസമാണ്. അത് പ്രയാസം എന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നാണോ? അതെ അതെ അതെ, വായിക്കാൻ പറ്റുന്നില്ല. അവൻ വായിക്കൂല. നമ്മളെന്താ എത്ര ശ്രദ്ധിച്ചാലും ശരിയാണ്. അടി കൊടുത്താലും അവൻ എഴുതാനായിട്ട് നിൽക്കില്ല. എഴുതാൻ നിൽക്കില്ല, വായിക്കുകയില്ല. രണ്ടും രണ്ടാണ്. വായിച്ച് മനസ്സിലായതിനു ശേഷം എഴുതാൻ പറയുമ്പോ എഴുതാത്തതാണോ, അതോ വായിക്കാൻ പറയുമ്പോ തന്നെ വായിക്കാൻ താല്പര്യം കാണിക്കാത്തതാണോ, അതോ വായിക്കാൻ ശ്രമിക്കുമ്പോൾ വായിക്കാൻ പറ്റാതെ വരികയാണോ? താല്പര്യം കാണിക്കാത്തതാണ്. ഇത് രണ്ടും, എഴുതാനും വായിക്കാനും താല്പര്യം കാണിക്കാത്തതാണ്. എഴുതാനും വായിക്കാനും താല്പര്യം കാണിക്കാത്തത് ക്ലാസ്സിലും അത് അങ്ങനെ തന്നെയാണോ, അത് വീഡിയോയിൽ മാത്രമാണോ? ക്ലാസ്സിലും അങ്ങനെയാണ്. പഠിക്കാനായിട്ട് ഒരു ട്യൂഷന് വിടുന്നുണ്ട്, അപ്പൊ അവിടെ അങ്ങനെയാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞതുപോലെ കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടോ അതോ താല്പര്യക്കുറവാണോ? താല്പര്യക്കുറവാണെങ്കിൽ തന്നെ നമുക്ക് അവരെ ബൂസ്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യാം. ഇത് താല്പര്യക്കുറവാണ്. അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ ഒരു കൗൺസിലർ, ഒരു പ്രൊഫഷണൽ കൗൺസിലറെ കാണുക. നമ്മുടെ സെന്ററിൽ പേരൂർക്കടയാണല്ലോ വീട്. പേരൂർക്കടയാണെങ്കിൽ പൂജപ്പുര വരുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. വരിക, സെന്ററിൽ വന്നിട്ട് നമ്മൾ എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് നമുക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഇത് ഇന്ന് രാവിലെയും ടീച്ചറെ വിളിച്ച് എന്നോട് ഒരുപാട് പറഞ്ഞു. അതായത് അവൻ എഴുതുന്നില്ല, വായിക്കുന്നില്ല. എഴുതാൻ പറയുമ്പോഴത്തേക്ക് ഹോംവർക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അവൻ ചെയ്യില്ല. അത് കുറച്ച് ഒരു പേരന്റും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീട്ടില്. ഞാൻ അടി കൊടുത്തു നോക്കി, അടി കൊണ്ടൊന്നും കാര്യം നടക്കില്ല. എന്ത് ചെയ്തിട്ട് തന്നെ എന്തായാലും സെന്ററിൽ വരാനായിരിക്കും. മനസ്സിലായല്ലോ. സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡി സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയോ? ഓക്കെ മണികണ്ഠൻ, വിളിച്ചതിന് വളരെയധികം നന്ദി. മാഡം, ഇപ്പോൾ നമ്മുടെ മാന്യപ്രേക്ഷകനായ മണികണ്ഠൻ പറയുകയുണ്ടായി കുട്ടിക്ക് പഠനത്തിനോട് താല്പര്യമില്ല, എഴുതുന്നതിനോട് താല്പര്യമില്ല. പലപ്പോഴും ഇങ്ങനെ താല്പര്യമില്ലായ്മ ആദ്യം കണ്ടെത്തുന്നത് ടീച്ചേഴ്സാണ്, അധ്യാപകർ കണ്ടെത്തിയതിനു ശേഷം അത് പാരന്റ്സിനെ, കുടുംബത്തെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കൊരു പരിശീലനത്തിന്റെ ആവശ്യകത ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അധ്യാപകർക്ക് പരിശീലനം സെന്റർ നടത്തുന്നു. നമ്മുടെ സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാറുണ്ട്. എന്താണ് ഒരു കുട്ടി ഇപ്പം പലപ്പോഴും ടീച്ചേഴ്സിന് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് ഇഷ്ടം. പല കുട്ടികളും എത്ര തന്നെ ശ്രമിച്ചിട്ടും അവർ ശരിക്കും പെർഫോം ചെയ്യാതെ വരുമ്പോൾ എന്താ അവർ പെർഫോം ചെയ്യാൻ പറ്റാത്തത്? പലപ്പോഴും പഠിക്കാൻ താല്പര്യം ഇല്ല എന്ന് മാത്രമായിരിക്കും ഈ പറയുന്നത്. പക്ഷെ ഈ കുട്ടികൾ താല്പര്യം കാണിക്കാതെ വരുന്നത് ചിലപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവർക്ക് ഈ പഠിക്കാന്ന് പറയുന്ന ഒരു പേടി സ്വപ്നം പോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ADHD എന്ന് പറയുന്നത് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സാധാരണ ഒരു 3-4 വയസ്സായ കുട്ടിയെ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് വരെ അവർ ശ്രദ്ധിക്കും. സാധാരണ നോർമൽ ഒരു കുട്ടിയെ 15 മിനിറ്റ് വരെ നിങ്ങളൊരു റൈം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് ആണ് അവരുടെ അറ്റൻഷൻ സ്പാൻ. ഒരു 3 to 4 year old, LKG UKG എന്നൊക്കെ പറയുന്ന പ്രായം. ഈ 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു ബ്രേക്ക് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അവർ പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ കുറച്ചുകൂടെ വലുതാവുമ്പം കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കൂടുകയാണ്. അരമണിക്കൂർ വരെ നമ്മളൊരു ടീച്ചർ പഠിപ്പിച്ചാൽ കുട്ടിക്ക് ശ്രദ്ധിക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് അങ്ങ് വാണ്ടർ ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ പോകും. ഇനി ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ 45 മിനിറ്റ് വരെ, 45 to 1 hour വരെ ശ്രദ്ധിക്കും. ഇനി എത്ര നല്ലൊരു ടോക്ക് ആയാലും ശരി, ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്നെങ്കിൽ വീട്ടിൽ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചു. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഒരു അറ്റൻഷൻ സ്പാൻ നോർമൽ ഇങ്ങനെയാണ്. പക്ഷെ ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടി എന്ന് പറയുന്ന ആ കുട്ടിക്ക് 1 മിനിറ്റ് പോലും ഡെഫിഷ്യൻസി ഉള്ള കുട്ടിയെ കുറിച്ച് സംസാരിക്കാൻ നമുക്കൊരു പ്രേക്ഷകൻ. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? ഹലോ. പറഞ്ഞോളൂ സാർ, പേരെങ്ങനെയാണ്? പേര് അനിൽ എന്നാണ്. എവിടെ നിന്നാണ് അനിൽ വിളിക്കുന്നത്?
സാർ ഞാൻ കൊല്ലം കുന്നത്തൂര്. ഓക്കെ, ചോദിച്ചോളൂ, മാഡത്തോട് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ കൊല്ലം കുന്നത്തൂരിലാണ് സാർ. ചോദിച്ചോളൂ. മകനെ 9ാം ക്ലാസ്സിൽ കടമനാട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. ഞാനൊരു ചെണ്ടമേളത്തിന്റെ ടീം 22 വർഷം കൊണ്ട് എനിക്ക് ചെണ്ടമേളത്തിന്റെ ടീം നടത്തുകയാണ്. എന്ത് നടത്തുകയാണ്? ചെണ്ടമേളത്തിന്റെ. അപ്പം എന്റെ മോള് പഠിക്കുന്നതിനൊന്നും യാതൊരു താല്പര്യമില്ല സാർ. പഠിത്തം എന്താണെന്ന് അറിയില്ല. ചെണ്ടമേളം അത് എന്റെ വീട്ടിൽ മുതിർന്ന ഈ പിള്ളേരെല്ലാം അതുവരെ എടുത്തോണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും എല്ലാം നടക്കുമായിരുന്നു. ചെറുതായിരുന്നു. അപ്പൊ ഇവനിപ്പം പഠിത്തത്തോട് യാതൊരു താല്പര്യമില്ല. പക്ഷെ ചെണ്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ എന്നെക്കാട്ടും നല്ല രീതിയിൽ കിട്ടും. അപ്പൊ പിന്നെ ചെണ്ടമേള തന്നെ അതൊരു തൊഴിലാക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യനും ആൻസറും പറയുന്നുണ്ട്. മകന് പഠനത്തിൽ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പഠനത്തിന് വേണ്ടി മാത്രം പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊരു നല്ലൊരു തൊഴിലല്ലേ. ഇതാണ് നമ്മളെ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളെ കയ്യിലുള്ളൊരു തൊഴിൽ എന്ന് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് മകന് മറ്റു പഠനത്തിലൊന്നും താല്പര്യം ഇല്ലെങ്കിൽ. അല്ല സാർ, നമുക്കിപ്പോ അതല്ല സാർ, നമുക്കിപ്പോ അവനെ എങ്ങനെയെങ്കിലും +2 വരെയെങ്കിലും പഠിപ്പിക്കണ്ടേ സാർ. ഞാനും SLC പാസ്സാണ്. അത് അങ്ങനെ താല്പര്യമുണ്ട്. അപ്പൊ എനിക്ക് സെന്റർ ഇവിടെ പൂജപ്പുരയിലാണെന്നൊക്കെ സാറ് പറയുന്നത് കേട്ടു. അതെ, പൂജപ്പുരയിലാണ് സെന്റർ. അല്ല, പൂജപ്പുര തന്നെ ഞങ്ങളുടെ സെന്ററിൽ വരുന്നോണ്ട് വിരോധമില്ല. പക്ഷെ ഇങ്ങനെ ഒരു താല്പര്യക്കുറവൊക്കെ വരുമ്പോണ്ടല്ലോ ഒരു കുറച്ചൊരു മോട്ടിവേഷൻ കൊടുക്കാനും സെൽഫ് മോട്ടിവേഷൻ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ആവേശം കിട്ടാനും ഒക്കെ ആയിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറിനെയോ കാണുന്നത് നല്ലതായിരിക്കും. അതല്ലാന്നാണെങ്കിൽ നമ്മുടെ സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിനെ ബന്ധപ്പെട്ടിട്ട് അവിടെയും വരാവുന്നതാണ്. മനസ്സിലായല്ലോ. വളരെയധികം ഇവിടെ നാം സംസാരിച്ചുകൊണ്ടിരുന്നത് അറ്റൻഷൻ ഡെഫിഷ്യൻസി, അതായത് ശ്രദ്ധയില്ലായ്മയുള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ. അപ്പൊ അത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ കുട്ടി താല്പര്യം കാണിക്കാത്തത് ഡിസ്ലക്സിയ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കാൽക്കുലി എന്ന് പറയുന്ന അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ അറ്റൻഷൻ ഡെഫിഷ്യൻസി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അറ്റൻഡ് ചെയ്യാൻ പറ്റാന്ന് നമ്മുടെ ബ്രെയിനിൽ ഒരു ഡൊപ്പമൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഡൊപ്പമൈൻ റിലീസിൽ തന്നെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അതിലൊരു അപാകതയുള്ള കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആ കുട്ടിയെ എത്രത്തോളം വഴക്ക് പറഞ്ഞാലും അടി കൊടുത്താലും അതൊരു നിസ്സഹായമായിട്ട് നിൽക്കുകയുള്ളൂ. കാരണം ഈ അറ്റൻഡ് ചെയ്യാൻ അത് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ വേണ്ടത് ഒരു ചികിത്സയാണ്, ഒരു ട്രീറ്റ്മെന്റ് തെറാപ്പിയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പേരൻസ് തീർച്ചയായിട്ടും അത് ടീച്ചറിന്റെയും ഒരു കൺസെന്റ് എടുത്തതിന് ശേഷം പ്രൊഫഷണൽ കൗൺസിലറെ കാണുക. പ്രൊഫഷണൽ കൗൺസിലറെ കണ്ടിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് പക്ഷെ ആദ്യമേ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പം ഒരു കൗൺസിലിംഗിൽ കൂടെ തന്നെ മാറാവുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു തെറാപ്പിയിൽ കൂടെ മാറാവുന്നതേ കാണുമായിരിക്കും. അപ്പൊ അങ്ങനെ അത് ചെയ്യേണ്ടതാണ്. പലപ്പോഴും അതാണ് നമ്മൾ വിട്ടുപോയിട്ട് കുറെ കാലം കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി ADHD ആയതുകൊണ്ടാണ് പഠിക്കാത്തതും. ആ സമയം കൊണ്ട് ഒരു 18 വയസ്സ് കഴിയുമ്പോൾ കുട്ടിക്കുണ്ടല്ലോ അത് പലപ്പോഴും ഞങ്ങളുടെ സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡി ജൂനൈൽ കൗൺസിലിംഗ് ചെയ്യും. എന്നുവെച്ചാൽ ജൂനൈൽ ഡെലിക്വൻസ് ആയിട്ടുള്ള ക്രൈം ചെയ്യുന്ന കുട്ടികൾ 18 വയസ്സിന് താഴെ ഒരുപാട് ക്രൈം ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അങ്ങനെ കോർട്ട് റെഫർ ചെയ്ത് വരുന്ന കുട്ടികളുണ്ട്. അത് പലപ്പോഴും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അത് നമ്മൾ 90% കുട്ടികളിലും നമ്മൾ കാണുന്നത് അവരിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ട് ഓൾറെഡി. അതുകൊണ്ടാണ് അവർ ഈ ക്രൈമിലോട്ട് പോകുന്നത്. വെച്ചാൽ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്നതായിട്ടായിരിക്കും ടീച്ചറിന് തലവേദനയായിരിക്കും ഒരു ADHD കുട്ടിയെ. അപ്പൊ ടീച്ചർ പുറത്താക്കും, ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്ന കുട്ടിയെ അത് കൂടുതൽ വഷളാവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി കൂടുതൽ ഇത് ബോയ്സിലാണ് കണ്ടുവരുന്നത്. ഇങ്ങനൊരു പ്രോബ്ലം വരുമ്പോൾ എന്തെങ്കിലും ഒരു നൊട്ടോറിയസ് കാര്യം ചെയ്യുമ്പോൾ അതിന് അറ്റൻഷൻ കിട്ടും. നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, പറഞ്ഞോളൂ. ഞാൻ അടൂരിൽ നിന്ന് ആശയാണ് വിളിക്കുന്നത്. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഹലോ. കേൾക്കുന്നുണ്ട് മാഡം, ചോദിച്ചോളൂ. മോക്ക് 9 വയസ്സുണ്ട്. മോള് 4ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ചെറുതിലെ തൊട്ടേ പഠിക്കുമ്പോ പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാവില്ല കുട്ടിക്ക്. എത്ര റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവത്തില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ മോളെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്ടർ റെഫർ ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് മോളുടെ IQ ടെസ്റ്റിന്. അപ്പൊ അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊന്ന് പറയാം.
IQ ടെസ്റ്റ് എവിടെയാണ് റെഫർ ചെയ്തത്? CDC-ലാണോ? എവിടെയാണ് പറഞ്ഞത് റെഫർ ചെയ്തത്? ചെയ്തു IQ ടെസ്റ്റിംഗ്? ഇല്ല മോക്ക് ചെയ്തിട്ടില്ല. ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് ഡോക്ടർ ഒന്ന് റെഫർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ കുഞ്ഞിന് മനസ്സിലാവാത്തത്, അതോ സാധാരണ എന്ത് പറഞ്ഞാലും മനസ്സിലാവാതെ ഉണ്ടോ? ഇല്ല, ചില നമ്മളൊരു സാധാരണ ഒരു കഥ പറഞ്ഞു കൊടുത്താൽ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അല്ല, കോൺസെൻട്രേഷൻ അല്ലെന്ന് ചോദിക്കുന്നത്, അത് മനസ്സിലാകുന്നുണ്ടോ? സാധാരണ നമ്മൾ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ പറയുമ്പോഴോ കഥ പറയുന്നതൊക്കെ കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ടോ? മാത്സ് പെട്ടെന്ന് മനസ്സിലാവും പുള്ളിക്ക്. മാത്സ് പെട്ടെന്ന് മനസ്സിലാവും. മാത്സ് പെട്ടെന്ന് മനസ്സിലാവും. ഇംഗ്ലീഷ് ഗ്രാമർ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേങ്കിൽ ടേബിൾ പഠിക്കാൻ പറഞ്ഞ ടേബിൾ പഠിക്കത്തില്ല. ടേബിൾ മറന്നു നിൽക്കത്തില്ല, പഠിക്കുന്നത് ഓർക്കത്തില്ല. അല്ല, അപ്പൊ ഈ പറയുന്ന പോലെ IQ ടെസ്റ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, IQ എന്ന് പറയുന്ന ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന പല തലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്, ലോജിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്, കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉണ്ട്, സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ എഴുതുന്നതും വായിക്കുന്നതിലും ഒക്കെ വളരെയധികം അവർക്ക് കഴിവുണ്ടാവും. പക്ഷെ ചിലപ്പോൾ അതേ ആൾക്ക് തന്നെ ലോജിസ്റ്റിക് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൽ ചിലപ്പോൾ കഴിവ് ഇന്റലിജൻസ് കുറവായിരിക്കും. ഇനി കൈനസ്റ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്പോർട്സിലൊക്കെ നല്ല മിടുക്കരാവും. അപ്പൊ ഈ IQ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷെ മകളുടെ ഏത് ഇതിലാണ് ഇന്റലിജൻസ് ഉള്ളത് നോക്കിയിട്ട് അത് അനുസരിച്ച് നമുക്ക് സ്ട്രീം ലൈൻ ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ടാണ് ഫുൾ ചെക്കപ്പ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതെ, അങ്ങനെ തന്നെ ചെയ്യണം. IQ ടെസ്റ്റ് ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡറി ഇൻഫെക്ഷൻ കൊണ്ടാണോ ഇങ്ങനൊരു ഇത് വന്നതെന്നുള്ളൊരു സംസാരിക്കാനൊക്കെ ഒത്തിരി ഡിലേ ആയിരുന്നു പുള്ളി. എല്ലാത്തിലും ഡിലേ ഉണ്ടായിരുന്നോ? നടക്കാനൊക്കെ ഡിലേ ഉണ്ടായിരുന്നോ? ഇല്ല, നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ സംസാരത്തിന് ഒത്തിരി ലേറ്റ് ആയിട്ട് ഒരു 5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഒരു കംപ്ലീറ്റ് സെന്റൻസ് പറയാൻ തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എടുത്തിട്ട് നല്ലതുപോലെ IQ ടെസ്റ്റും മറ്റ് ഡെവലപ്മെന്റൽ ഡിലേ വന്നതിന്റെ ടെസ്റ്റും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് കുഞ്ഞ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കണക്കൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളത് അതിന്റെ മാക്സിമം എന്ന് വെച്ചാൽ ടേബിൾ ഒഴിച്ചിട്ട് ബാക്കി എന്തും നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. പക്ഷെ എന്താ ഒരു ഇംഗ്ലീഷിൽ തന്നെ ഗ്രാമർ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കൊടുത്താൽ നമ്മൾ 1 മണിക്കൂർ എടുക്കും ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിക്കാൻ. എന്നുവെച്ചാൽ ബൈഹാർട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റില്ല. ബൈഹാർട്ട് ചെയ്യാൻ കണക്കാക്കുന്നില്ല എന്നേ ഉള്ളൂ. മോളുടെ പേരിന്റെ സ്പെല്ലിംഗ് പോലും ചില സമയത്ത് മറന്നു. അല്ല, എനിക്ക് തോന്നുന്നത് ഇതൊരു പഠന വൈകല്യമായിരിക്കത്തില്ല, ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് വേരി ചെയ്യുന്നതായിരിക്കും. എന്തായാലും എനിക്കൊന്ന് ഇങ്ങനെ ഓവർ ദ ഫോൺ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. നല്ലൊരു പ്രൊഫഷണൽ സെഷൻസ് വേണ്ടി വരും, ഒരു 4-5 സെഷൻ വേണ്ടി വരും. കാരണം ഇത് പഠന വൈകല്യമല്ല, കാരണം പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതെന്തോ ഇൻട്രസ്റ്റ് ഇല്ലായ്മയായിരിക്കാം. അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാൻ എല്ലാവർക്കും ബൈഹാർട്ട് ചെയ്യാൻ താല്പര്യം കാണില്ല. ബൈഹാർട്ട് ചെയ്യുന്നത് പലപ്പോഴും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരും ബൈഹാർട്ട് ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതുകൊണ്ട് അമ്മ അധികം വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഒരു നല്ലൊരു അസസ്മെന്റ് ചെയ്യുക. അസസ്മെന്റ് ചെയ്തിട്ട് കൗൺസിലറിന്റെ അഭിപ്രായം അനുസരിച്ച് മുമ്പോട്ട് പോവാം. ഓക്കെ മാഡം, എലിസബിന് വളരെയധികം നന്ദി. അവിടെ നമുക്കൊരു ചെറിയ ശേഷം സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. तेजमयो देवा महावीरो महाबला ज्ञान गुण भक्ति श्रीहरि महाविष्णु സങ്കട് മോചൻ ഹനുമാൻ ചൊവ്വ മുതൽ വ്യാഴം വരെ രാത്രി 10 മണിക്ക്. അതിമനോഹരം. അയോധ്യ നഗരം വളരെ സുന്ദരമാണ്. അയോധ്യ രാജ്യത്തിന് സൈന്യശക്തിയുടെ അഭാവമുണ്ടോ കൈകേയി? ആജ്ഞാപിച്ചാലും രാജൻ. നാരായണ നാരായണ. നീ ഇപ്പോൾ ഏത് രാജ്യത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? നാം ഇപ്പോൾ അയോധ്യയിലാണ് നിൽക്കുന്നത്. ജയ ഹനുമാൻ ജയ ഹനുമാൻ സംകട മോചൻ ജയ ഹനുമാൻ ജയ ഹനുമാൻ ജയ ഹനുമാൻ. വർത്തമാനകാലം തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 7:30.
ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. സംസാരിക്കുന്ന വിഷയം കുട്ടികളിലെ ശ്രദ്ധക്കുറവും അമിതാവേശവും. മാഡം, നാം ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് അറ്റൻഷൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുട്ടികൾ കണ്ടുവരുന്ന ശ്രദ്ധയില്ലായ്മയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും നമുക്കറിയാം ക്ലാസ് റൂമുകളിൽ കുട്ടികൾ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ADHD ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാനും സാധ്യമല്ല. ഇത്തരത്തിൽ ശ്രദ്ധയില്ലായ്മയെ ADHD ആണ് എന്ന് ഒരു ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപകന് ഇത്തരത്തിൽ സ്ഥിരീകരിക്കുവാൻ ഇപ്പൊ ഒരു ദിവസം ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ ഒരുപാട് മെന്റൽ ട്രോമാസ് വീടില് ഒരുപാട് എന്തെങ്കിലും ബ്രോക്കൺ ഹോംസ് ഒക്കെ വരുന്ന കുട്ടികൾ, സുഹൃത്തുക്കളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരാറുണ്ട്. പക്ഷെ ഈ ശ്രദ്ധയില്ലായ്മ എന്ന് പറയുന്നത് മാത്രമല്ല ADHD. ഒരു സ്പെക്ട്രം ഡിസോർഡർ ആണ്. രണ്ട് കാര്യം ഒന്നിച്ചു വരണം. ഒന്നെന്ന് പറയുന്നത് അമിതാവേശം. എന്നുവെച്ചാൽ ക്ലാസ് റൂമില് ഒരു 2 മിനിറ്റ് പോലും ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി. അപ്പൊ ഇങ്ങനെ ഓടി നടക്കുക. ഇപ്പൊ നമ്മള് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ സാധനം എടുക്കുക, മനസ്സിലായോ? പിന്നെ ക്ലാസ് റൂമിലായാലും ഈ കുട്ടി ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന പോലെ തോന്നത്തില്ല. ടീച്ചർ പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും, വേറെ എന്തെങ്കിലും ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, മുമ്പേ ആൻസർ പറയുക, അങ്ങനെ പല സിംറ്റംസ് ഉണ്ട്. അപ്പൊ ഈ ടോട്ടലി ഒരു ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ അമിതാവേശവും പ്ലസ് ശ്രദ്ധയില്ലായ്മ രണ്ടും കൂടെ വരുമ്പോഴാണ് അറ്റൻഷൻ ഡെഫിഷ്യൻ ഹൈപ്പർ ആക്റ്റീവ്. അപ്പൊ വെറും ശ്രദ്ധയില്ലാതെ വരുന്നതെന്ന് പറയുന്നത് അതിന് ADHD എന്ന് പറയാൻ പറ്റത്തില്ല. ADHD ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഈ പറയുന്ന ഡോപ്പമൈൻ റിലീസിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം. അതിന് പ്രത്യേക തരം തെറാപ്പി ഉണ്ട്. അല്ലാതെ വെറുതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് താല്പര്യക്കുറവുണ്ടാകാം. അങ്ങനത്തെ അതിന് വേറെ തരം അപ്രോച്ചാണ് വേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധയില്ലായ്മയും അമിതാവേശവും കാണുന്നു. കുട്ടി ADHD ആണെന്ന് സ്ഥിരീകരിക്കുന്നു. അധ്യാപകൻ ഇവിടെ ചെയ്യേണ്ടത്, ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ അധ്യാപകർക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇതാണോ എന്നുള്ളത്. ഇത് രണ്ടും വരുന്ന ചില കുട്ടികളുണ്ട്, വളരെ ഓവർ ആക്റ്റീവ് ആയിരിക്കും, താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ചില ഇതുണ്ട്, വീട്ടിൽ നല്ലോണം ട്യൂഷൻ കൊടുക്കും, അല്ലെങ്കിൽ ട്യൂഷന് പോയിട്ട് വരുമ്പോൾ ഇതെല്ലാം അവർക്ക് റെപ്പറ്റീഷൻ ആയിരിക്കും. ഓവർ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളും ഈ സിംറ്റംസ് കാണിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഈ ക്ലാസ് റൂമിൽ ഇത് ബോറടിക്കും. അപ്പൊ അവരത് ശ്രദ്ധിക്കില്ല, അവർ ആക്റ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ട് എക്സാക്ട്ലി എന്താണ് അവരുടെ ആ ഇഷ്യൂ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി പ്ലസ് അറ്റൻഷൻ രണ്ടും കൂടെ വരുമ്പോഴേ നമുക്കത് എന്താ പറയാ ശരിക്കും അത് പറയാൻ പറ്റും, സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുന്നതും ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇപ്പൊ ടീച്ചേഴ്സിന് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പേരൻസിന് ത്രൂ പേരൻസ് അത് അറിയുക ഇതാണോ എന്നുള്ള. ADHD ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ വേണം പിന്നെ ക്ലാസ്സിൽ ആ കുട്ടിയോട് പെരുമാറുന്നതും. കുട്ടിയെ ക്ലാസ് റൂം മാനേജ്മെന്റ് തന്നെ മൊത്തത്തിൽ മാറണം. എന്നുവെച്ചാൽ നമ്മൾ വഴക്ക് പറയുകയായിരിക്കും, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല ആ കുട്ടി ഇതൊക്കെ കാണിക്കുന്നത്. പലപ്പോഴും ADHD എന്ന് പറയുന്ന കുട്ടി ചിലപ്പം ഇരുന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. അപ്പൊ ടീച്ചറിന് ഇറിറ്റേറ്റഡ് ആവും. ചിലപ്പോൾ ടീച്ചറിനെ തിരിച്ച് സംസാരിക്കും. ഒരിടത്ത് ഇരിക്കില്ല, എസ്പെഷ്യലി നഴ്സറി ക്ലാസ് റൂമിലൊക്കെ ഒരിടത്ത് ഇരിക്കില്ല. അവര് കുറച്ചും കൂടെ വലുതാവുമ്പോൾ അവരിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കും. അവർ ഒരിടത്ത് അടങ്ങി ഇരുത്താൻ പറ്റില്ല. അപ്പൊ അത് ഈ ഒരു അവരുടെ ബോഡി ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണെന്നുള്ളത് ടീച്ചർ മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്രോച്ചിൽ തന്നെ മാറും. മറ്റൊരു ടീച്ചറിന് ADHD ആയിട്ടുള്ള കുട്ടികൾ 90% കുട്ടികളും ടീച്ചർ വെറുക്കും. തീർച്ചയായിട്ടും. ഏതൊക്കെ പ്രായം വരെയാണ് മാഡം അത്? അങ്ങനെ ഒരു ADHD എന്ന് പറയുന്ന കുട്ടി 18 വയസ്സ് കഴിയുമ്പോൾ ADHD സിംറ്റം മാറുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ മുതിർന്നവരിലും അത് കാണാറുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ സെന്ററിൽ വന്നപ്പോൾ വാസ്തവത്തിൽ ഇവരുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുതിർന്നവരിലും ADHD ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പറയുന്നവർ ശ്രദ്ധിക്കില്ല. അവരിങ്ങോട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു പേരന്റ് വന്നപ്പോ പേരന്റ് കുട്ടിയായിട്ട് വന്നതാണ്, പക്ഷെ പേരന്റ് ഓൾസോ വാസ് ADHD. അച്ഛനും ADHD ആണ്. അപ്പൊ അച്ഛനോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും അച്ഛൻ നമ്മൾ അങ്ങോട്ട് പറയുന്ന കേൾക്കില്ല. അവർക്ക് ഇങ്ങോട്ട് ഒത്തിരി പറയാനുണ്ടാവും, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കില്ല. നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പൊ നമ്മളെ തന്നെ അവർ ഡീവിയേറ്റ് ചെയ്യിക്കും. നമ്മൾ പറയുന്ന കാര്യം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ അവർ വേറെ എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് കൊണ്ടുവരും. അപ്പൊ ഇതൊക്കെ പേരൻസിനും ഉണ്ട്, എന്താ പറയാ അഡൽട്സിലും കാണാവുന്നതാണ്. കൗമാരപ്രായത്തിൽ വളരെയധികം ഇത് എന്താ പറയാ അതിന്റെ ദൂഷ്യങ്ങളും കൂടെ വരും. കാരണം ഇങ്ങനത്തെ കുട്ടികൾ പെട്ടെന്ന് പിയർ എന്ന് വെച്ചാൽ കൂട്ടുകാരുടെ ഇടയിൽ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പെട്ടെന്ന് പ്രേരണ ഉണ്ടാവും.
കാരണം ഇവരെ വേറെ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ക്ലാസ് റൂമിൽ ടീച്ചർ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവർക്കൊരു ധൈര്യം ഉള്ളിൽ നിന്ന് വരും. അപ്പൊ അവരെന്ത് ചെയ്യാനും ധൈര്യം കാണിക്കും. ആ ധൈര്യം എപ്പോഴും ആ ഒരു യങ് അഡലസന്റ് ഗ്രൂപ്പിൽ എന്ന് വെച്ചാൽ ധൈര്യം കാണിക്കുന്നവരോട് മറ്റുള്ളവർക്ക് ഒരു ഹീറോയിസം ഉണ്ട്, അവ ഹീറോ വർഷിപ്പ് കാണിക്കും. അപ്പൊ ഈ കുട്ടികൾ അങ്ങനെ പലപ്പോഴും ആരും ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്തു കാണിക്കുകയും അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കും. കാരണം അവർക്ക് സമൂഹത്തിൽ നിന്നും ഒരിക്കലും ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തതുകൊണ്ടാണ്, അവർക്ക് അംഗീകാരം കിട്ടാത്തതുകൊണ്ട് അവരെന്തും അതിനു വേണ്ടി ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ ADHD-യുടെ ചികിത്സാ രീതി, ട്രീറ്റ്മെന്റ് പ്രകാരമാണെന്ന് പറയാം. ഒരിക്കലും നമ്മൾ ADHD ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഒരു മൾട്ടി ഡയമെൻഷൻ അപ്രോച്ചാണ് ഇതിന് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ പേരൻസിന് കൗൺസിലിംഗ് കൊടുക്കുക. എന്നുവെച്ചാൽ പേരന്റ് ഈ ഏതു നേരം വഴക്ക് പറയുന്നത് നിർത്തി, ഈ നമുക്കൊരു അസുഖമുള്ള ഒരു കുട്ടിയെ പോലെ കാണണം എന്നല്ല, ഇങ്ങനൊരു ഡിസോർഡർ അല്ല ഇങ്ങനൊരു നോർമലിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് പേരന്റ് മനസ്സിലാക്കണം. പലപ്പോഴും അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. കുട്ടിക്ക് മനസ്സിലാവേണ്ട ആവശ്യമില്ല, പക്ഷെ പേരന്റ് അവരറിയണം. ഇത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് ചെയ്യാന്ന്. അപ്പൊ ഈ കൗൺസിലിംഗിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പേരന്റ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് സ്കൂൾ ടീച്ചേഴ്സിനെ ഇത് അറിയിക്കുക. ടീച്ചേഴ്സ് പേരന്റ് വഴി തന്നെ നമ്മൾ അറിയിക്കുക, ഇങ്ങനെയാണ് ഇതാണ്. പിന്നെ നമ്മൾ സെന്ററിനാണെങ്കിൽ നമ്മുടെ സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ADHD-ക്ക് വേണ്ടി അധ്യാപകർക്ക് നിർദ്ദേശത്തിന് വേണ്ടി ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഒരു ADHD ടൂൾ കിട്ടും. അപ്പൊ നമ്മൾ പേരന്റ് വന്നു കഴിഞ്ഞാൽ പേരന്റ് കയ്യിൽ ഈ ബുക്ക് കൊടുത്തിട്ട് ഒരു ബുക്ക് ടീച്ചറിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിൽ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ ഈ കുട്ടിയെ മാനേജ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ഏത് രീതിയിലാണ് ഈ പിള്ളേരോട് പഠിപ്പിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൽ ഈ കുട്ടി ചെറിയ പ്രൈമറി സ്കൂളിലാണെങ്കിൽ ഈ കുട്ടി ഒരിക്കലും ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. അപ്പൊ ടീച്ചർ എന്താ ചെയ്യുക, ഫോർ എക്സാമ്പിൾ പ്രകാശനാണെങ്കിൽ പ്രകാശ് ഇരിക്കൂ, പ്രകാശ് ഇവിടെ വന്നിരിക്കൂ, പ്രകാശ് അവിടെ ഇരിക്കൂ, ഏത് നേരം ആ കുട്ടിയുടെ പേര് എടുത്തു പറയുക. അത് വാസ്തവത്തിൽ ആ കുട്ടിക്ക് അതൊരു നല്ലൊരു ഇഫക്റ്റ് ആയിരിക്കത്തില്ല. അതിനു പകരം കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് റെഡ് കാണിച്ചാൽ നീ ഒരിടത്ത് ഇരിക്കണം, 2 ഫ്ലാഷ് കാർഡാണ്, ഗ്രീൻ കാണിച്ചാൽ നിനക്ക് പോകാം. കുട്ടിക്ക് അഥവാ കാരണം ഈ പിള്ളേർ ഒരിടത്ത് ഇരിക്കില്ല, അപ്പൊ അവർക്ക് കുറച്ച് സമയം നടക്കാനുമുള്ള ഇത് കൊടുക്കണം. സോ എന്താന്ന് വെച്ചാൽ ക്ലാസ്സിൽ എപ്പോഴും പ്രകാശ് എന്ന് പറയുമ്പോൾ ഇവൻ അതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറും. സോ ടീച്ചറും കുട്ടിയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവർ അറിയാതെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിച്ചാൽ യു ഷുഡ് ഗോ ബാക്ക് ടു യുവർ സീറ്റിലിരിക്കണം. അപ്പൊ റെഡ് കാർഡ് എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി ടീച്ചർ. അതിന്റെ അർത്ഥം അവൻ ഇങ്ങനത്തെ കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ അപ്പൊ റിയലൈസ് ചെയ്യും, എനിക്ക് ഇരിക്കേണ്ടതാണെന്ന്, സിഗ്നൽ കിട്ടി. പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് വാട്ട് എവർ യു റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വേണ്ട ചെയ്യരുത് എന്ന് പറഞ്ഞ കുട്ടി ചെയ്യും. അപ്പൊ അങ്ങനെ പറയുന്നതിന് പകരം നമ്മളൊരു സിഗ്നലായിട്ട് കാണിക്കുമ്പോൾ എന്ന് വിചാരിച്ച ആ കുട്ടി തിരിച്ചറി. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ഏജിനും വേണ്ടുന്നത് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ ടീച്ചറിന് കൊടുക്കും. പക്ഷെ ഫസ്റ്റ് കൗൺസിലിംഗ്. സെക്കൻഡ് എന്ന് പറയുന്ന കുട്ടിക്ക് നമ്മൾ ഡയറ്റ് ഇന്റർവെൻഷൻ കൊടുക്കും. എന്നുവെച്ചാൽ ഈ പല ആഹാരങ്ങള്, ആഹാരക്രമത്തെ കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കാം. നമ്മുടെ ഒരു പ്രേക്ഷകർ. നമസ്കാരം, സമൂഹ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? പേര് പറഞ്ഞോളൂ സാർ. പേരെങ്ങനെയാണ് സാർ? ഓക്കെ സാർ, ചോദിച്ചോളൂ, മാഡത്തോട് ചോദിച്ചോളൂ. ജോസഫ് എറണാകുളത്ത്. കേട്ടു സാർ, ചോദിച്ചോളൂ. ജോസഫ് എറണാകുളത്ത്. പറഞ്ഞോളൂ. പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്. പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയാണ്. പറഞ്ഞോളൂ. കുട്ടിക്ക് ഓർമ്മക്കുറവ്. അത് എന്ത് കാര്യത്തിനകത്ത് ബാത്റൂമിൽ പോയാലും ലൈറ്റ് ഓഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ദിവസം പറയുന്നതാണ്. ആള് ഓർത്തില്ല. റൂമിലേക്ക് കടന്നാലും ലൈറ്റോ എന്തെങ്കിലുമൊക്കെ ഓൺ ചെയ്തിട്ടാലും അത് തിരിച്ചു പോരുന്ന ശ്രദ്ധയില്ല. ആളത് മറന്നുപോകും. ഒരു കടയിൽ എന്തെങ്കിലും സാധനത്തിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പറയുന്ന സാധനം എന്തൊക്കെയാണെന്ന് കുട്ടിക്ക് അവിടെ ചെന്നതെന്ന് മറന്നുപോകും. അത് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ 2 ഐറ്റംസ് ആയിരിക്കും വരിക പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് പോലെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ മറവി ആള് പഠിക്കും, എങ്കിലും മറവി ആൾക്കൊരു പ്രശ്നമാണ്. അതിനെന്താണ് ഒരു പ്രതികരണം? ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു കുട്ടി പഠിക്കുന്ന കാര്യത്തിൽ മറവി കാണിക്കുന്നില്ലല്ലോ. ഈ ലൈറ്റ് ഓഫ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളല്ലേ വിട്ടുപോകുന്നത്? പഠിക്കുന്ന കാര്യത്തിൽ എല്ലാ വിഷയത്തിനും ആൾക്ക് അല്ല, പഠിക്കുന്ന കാര്യത്തില് ഓർമ്മശക്തി ഉണ്ട്, മറവി ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അധികം ബേജാറാവണ്ട. കാരണം ഈ പ്രായത്തിലെ കുട്ടികൾക്ക് എല്ലാം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം അവർ അത്ര അധികം പഠിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് ചിലപ്പോ അത്രയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ അവർക്ക് എന്താ പറയാ ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ വിട്ടുപോയി. പക്ഷെ അതങ്ങ് കുറച്ചുകൂടെ വലുതാവുമ്പോ അങ്ങ് ശരിയായിക്കോളും.
ചോദിച്ചോളൂ സാർ, എന്തായാലും ചോദിക്കാമോ? ഈ പ്രാവശ്യം ചെറുപ്പത്തെ പോലെ ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട്. എത്ര പറഞ്ഞു കൊടുത്താലും ആള് അതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല. അത് ശ്രദ്ധ വളരെ കുറവ്. അതാ ഞാൻ പറയുന്നത്, ഈ പഠിത്തത്തിന് ശ്രദ്ധ കുറവില്ലല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾ അച്ഛനും അമ്മയും പറയുന്ന ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല, ബാത്റൂമിന്റെ കഥ അടയ്ക്കാൻ പറയുമ്പോൾ അടയ്ക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഹലോ സാർ. അങ്ങനത്തെ ഇപ്പൊ കടയിൽ എന്തെങ്കിലും സാധനങ്ങൾക്ക് പറഞ്ഞു വിട്ടാലും ആ സാധനങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വിട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. ശരിക്കും വീണ്ടും വന്ന് വീണ്ടും രണ്ടാമത് എത്തിക്കാൻ വീണ്ടും പോകേണ്ടതായിട്ടൊക്കെ വരും. അതൊരു ലിസ്റ്റ് കൊടുത്തു വിടണം. അങ്ങനെ വരുമ്പോ എന്നുവെച്ചാൽ ഇത് ഈ കുട്ടി വാസ്തവത്തിൽ പഠിക്കുന്നതിന് ഒരു പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ മറുകൾ എല്ലാവരിലും ഉണ്ടാവുന്നതാണ്. അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, മനസ്സിലായല്ലോ സാർ? ഓക്കെ സാർ, വിളിച്ചത് വളരെയധികം. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ എനിക്ക് സാധാരണ അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ പാരമ്പര്യ കുട്ടികൾക്ക് തന്നെ ഉണ്ടാവോ? എങ്ങനെ സാർ? എങ്ങനെയാ? ഹലോ സാർ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ സാർ? ഓർമ്മക്കൊരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ട്. അപ്പൊ അത് കുട്ടികൾക്കും അതേപോലെ പാരമ്പര്യമായിട്ട് ഓർമ്മക്കുറവ്. അല്ല, ഇതൊക്കെ ഇതിന് പറയുന്നത് എന്താ പറയാ, ചെറിയ അശ്രദ്ധകളാണ്. ഇതൊന്നും നമ്മുടെ ഈ വലിയൊരു പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. അത് ഒരു പക്ഷെ പാരമ്പര്യമായിട്ടും ചിലർ എല്ലാത്തിലൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. ഇത് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തോന്നില്ല കുഞ്ഞ് വേറെ പ്രശ്നമുണ്ടായിട്ട് തോന്നുന്നില്ല. പഠിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ സാധാരണ തന്നെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ലിസ്റ്റെല്ലാം മറന്നു പോവാ. ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. മാഡം, അതുപോലെ തന്നെ നാം സംസാരിച്ചപ്പോൾ ആഹാരക്രമത്തെക്കുറിച്ചായിരുന്നു മാഡം സംസാരിച്ചിട്ടുണ്ട്. ആഹാരക്രമം നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ജീവിത രീതി വളരെ മാറുന്നു, ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ADHDയും ആഹാരക്രമവുമായിട്ട് കുട്ടികളുടെ ഡയറ്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പാണ്. എന്നുവെച്ചാൽ നമ്മൾ കൗൺസിലിംഗ് കഴിഞ്ഞ് അടുത്ത് കൊടുക്കുന്ന ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് അയർലാൻഡിലൊക്കെ റിസർച്ച് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പ്രോട്ടോകോളാണ്. ആദ്യം കൗൺസിലിംഗ് കൊടുക്കുക, അത് കഴിഞ്ഞ് അടുത്ത് ഡയറ്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ എൻറിച്ച്ഡ്, എന്നുവെച്ചാൽ വളരെയധികം കോംപ്ലക്സ് ഷുഗർ ഉള്ള ഫുഡ് മാറ്റുക, എന്നിട്ട് കൂടുതൽ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അപ്പൊ കുറെ മൈദ മാറ്റും. അങ്ങനെ ഇവർക്ക് പക്ഷെ ടോട്ടലി ഒരു ഡയറ്റീഷ്യന്റെ ഹെൽപ്പോടെയാണ് അത് ചെയ്യുന്നത്. ഒരു ദിവസം നമുക്ക് റെക്കമെൻഡ് ഡെയിലി അലവൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ദിവസം നമുക്ക് വേണ്ടുന്ന ഊർജം, വേണ്ടുന്ന മാംസ്യം, വേണ്ടുന്ന വൈറ്റമിൻസ്, ഇതിലൊന്നും കുറവ് വരരുത്. നമ്മൾ എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടണം. അപ്പൊ അത് അങ്ങനെ ഡയറ്റീഷ്യന്റെ ഒരു ഹെൽപ്പോടെ നമുക്ക് ഡയറ്റ് ഇന്റർവെൻഷൻ കൊടുക്കാം. നമ്മൾ ഈ സ്റ്റഡി CDSൽ നടത്തിയിട്ടുണ്ട്. ഡയറ്റ് കൊണ്ട് വളരെയധികം ഇഫക്റ്റീവായിട്ട് ഒരുപാട് കേസസ് വന്നിട്ടുണ്ട്. അപ്പൊ കുറെ ആഹാരങ്ങൾ മാറ്റുകയും ചില ആഹാരങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ അറ്റൻഷനിൽ കുറച്ച് മാറ്റം വരുന്നത്. അറ്റൻഷനേക്കാളും കൂടുതൽ മാറ്റം വരുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയിലാണ്. ഈ ചില ഫുഡ് കഴിയുമ്പോൾ പിന്നെ ഹൈപ്പർ ആവും. അപ്പൊ ആ ഹൈപ്പർ ആക്ടിവിറ്റി കുറെ എസ്പെഷ്യലി ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ്ലി മാറ്റും. എന്നുവെച്ചാൽ കൊക്കോ അങ്ങനത്തെ പേരെടുത്ത് പറയുന്നില്ല, ചില ഫുഡ്സ് ഉണ്ടല്ലോ, ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ മാറ്റും. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ കളർ ചേർത്തത് മാറ്റുക, പ്രിസർവേറ്റീവ് ചേർത്തത് മാറ്റുക, നാച്ചുറൽ ഫ്രഷ് ഫുഡ്സ് കൂടുതൽ ആഡ് ചെയ്യുക. പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു ഡേ റെക്കമെൻഡഡ് ആയിട്ടുള്ള ICMR എന്ന് വെച്ചാൽ ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു 10 വയസ്സായ കുട്ടിക്ക് എത്ര കഴിക്കണം, 19 വയസ്സായ കുട്ടി എത്ര കഴിക്കണം, അതിലൊരു വ്യത്യാസം വരാൻ പാടില്ല. അത്രയും തന്നെ മാംസ്യവും എനർജിയും ഊർജ്ജം എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ആഹാരത്തിന്റെ ഒരു ഡയറ്റ് പാറ്റേൺ കൊടുത്തിട്ട് അതനുസരിച്ച് പോകുമ്പോൾ കുറെ ഈ സിംറ്റംസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ്. ഒരു ചെറിയൊരു മരുന്നാണ് അവർ കൊടുക്കാറ്. നമുക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാം ഇടവേളയ്ക്ക് ശേഷം. സമൂഹപാഠത്തിൽ ഇനിയൊരു ഇടവേള. വിസ്മയ സഞ്ചാരം ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8:30. കോമഡി റീചാർജ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 8:30. എന്നെ ഇവിടെ വെച്ച് ചെയ്യുന്നതൊന്നും പോരാഞ്ഞ് നീ പുറത്തു പോയി എന്നെ എന്നാ ചെയ്യാന്? നല്ല കൂനതയുള്ള കാല്, മഞ്ഞ പാന്റ്, കറുത്ത നല്ല ഡിസൈനുള്ള ചുരിദാർ, ഹായ് ഹായ് എന്ത് മനോഹരം.
മുഖത്ത് വന്നവൻ പൊളിഞ്ഞു കൂറ മുഖം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. മാഡം, നാം സംസാരിച്ചുകൊണ്ടിരുന്നത് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ്, എത്തരത്തിലാണ് ADHD ഉള്ള പഠിതാവിന് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് നൽകുന്നത് എന്നതിനെ കുറിച്ച്. സൈക്യാട്രിസ്റ്റിനെ അപ്രോച്ച് ചെയ്താൽ സൈക്യാട്രിക് മെഡിസിൻസ് ഉണ്ട്, അവർക്ക് മാത്രമേ അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ മെഡിസിൻസ് കൊടുത്തുകൊണ്ടും ഈ ഹൈപ്പർ ആക്ടിവിറ്റി നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പരിധിയല്ല, അതാണ് ഒരു ലാസ്റ്റ് അൾട്ടിമേറ്റ് ട്രീറ്റ്മെന്റ്. പക്ഷെ അതിലോട്ട് പോകുന്നതിനേക്കാളും മുമ്പ് മറ്റുള്ള തെറാപ്പീസും ക്ലാസ് റൂം മാനേജ്മെന്റ്സും ഡയറ്റ് ഇന്റർവെൻഷൻ കൂടെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഇത് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ആണ് ഫൈനലി നമ്മൾ ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ യോഗ, മെഡിറ്റേഷൻ, റിലാക്സേഷൻ, അറ്റൻഷൻ സ്പാൻ ടെക്നിക്സ്, ഇങ്ങനത്തെ കുറച്ച് യോഗയും മെഡിറ്റേഷനും റിലാക്സേഷൻ ടെക്നിക്സും ഒക്കെ എത്രത്തോളം പ്രയോജനകരമാണ്? കാരണം ഈ കുട്ടികളുടെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറെ നമുക്ക് ഈ അമിതാവേശം കാണിക്കുന്നത്, ഈ വിരുവിരിപ്പ് എന്ന് പറയുന്നതിനെ നമുക്ക് കുറെ ഒരു പരിധിവരെ നമുക്ക് അതിനൊരു പരിഹരിക്കാൻ പറ്റും. എവറി ഡേ ഒരു 20 minutes 25 minutes യോഗ ആൻഡ് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ. അത് ഒരു സ്റ്റഡീസ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതിന് ഒരു എസ്റ്റാബ്ലിഷ് സ്റ്റഡീസ് ഒന്നുമില്ല. ഇത് ചെയ്താൽ കുട്ടികൾക്കൊരു നല്ലൊരു റിലാക്സ്ഡ് മൂഡിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകൻ, ശരി, നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? എന്റെ പേര് മീന. എവിടുന്നാണ് മാഡം വിളിക്കുന്നത്? വയനാട്ടിൽ. മാഡം സംസാരിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ശ്രദ്ധയില്ലായ്മയും അമിതാവേശവുമാണ്. മാഡം ഉണ്ട്, ചോദിച്ചോളൂ. ചോദിച്ചോളൂ മാഡം. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ മാഡം. മാഡം ടി വി ഇട്ടിട്ടുണ്ടെങ്കിൽ ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് ചോദിച്ചോളൂ മാഡം. ചോദിച്ചോളൂ. എന്റെ മോന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പറഞ്ഞോളൂ. ടിവിയിൽ വോളിയം കുറച്ചു. ഇനി ചോദിച്ചോളൂ മാഡം, ഇനി ചോദിച്ചോളൂ. മോന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുട്ടിക്ക് പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ചെറുതിലെ അങ്ങനെയാണോ അതോ 10ാം ക്ലാസ് ആയപ്പോഴാണോ പഠിപ്പിക്കുന്നത്? 8ാം ക്ലാസ് മുതൽ വലിയ കുഴപ്പമില്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ എത്തിയപ്പം കുട്ടി മറവിയാണ്, ഭയങ്കര മറവിയാണ്. എന്നുവെച്ചാൽ പഠിക്കുന്ന കാര്യമൊക്കെ മറന്നു പോകുന്നു, അതോ പഠിക്കാൻ താല്പര്യമില്ല? പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അവന് പഠിപ്പിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇത് ഒന്ന് നമുക്ക് മെമ്മറി, നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനായിട്ടുള്ള ചില എക്സസൈസസ് ഉണ്ട്. സിമ്പിൾ എക്സസൈസസ് ആണ്. അത് നമുക്ക് ഒരു നല്ലൊരു കൺസൾട്ടന്റിനെ നോക്കി പ്രൊഫഷണൽ കൺസൾട്ടന്റ് എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ കൗൺസിലേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാവുന്നത്. കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെമ്മറി പവർ കൂടാനായിട്ട്, എന്ന് വെച്ചാൽ മെമ്മറൈസ് ചെയ്യാനായിട്ട്, ഇപ്പൊ പഠിക്കുന്ന കാര്യം എങ്ങനെ മെമ്മറൈസ് ചെയ്യണം, എങ്ങനെയാണ് അത് ഓർമ്മ നിർത്താന്നുള്ളതിനെ കുറിച്ച് അവരുമായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. മാഡം, നമ്മുടെ മാന്യപ്രേക്ഷക മീന മാഡം ചോദിച്ചത് കുട്ടിക്ക് മെമ്മറി, അതായത് ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഒട്ടനവധി വൈകല്യങ്ങൾ ദൃശ്യമാണ്. ഈ വൈകല്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും. ഇപ്പോൾ കണ്ണിന് കാഴ്ചയില്ല എങ്കിൽ നമുക്ക് അന്ധതയിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഏത് വൈകല്യമായാലും. പക്ഷേ പഠന വൈകല്യം നമുക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കാതെ പോകുന്നു. ഇതര വൈകല്യങ്ങളിൽ നിന്നും മറ്റു വൈകല്യങ്ങളിൽ നിന്നും പഠന വൈകല്യം എത്തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് പറയാൻ പാടില്ല. പഠന വൈകല്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഇവർക്കൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാനൊക്കെ പറ്റില്ല പലപ്പോഴും. കാരണം അവരിലൊരു പ്രത്യക്ഷത്തിലൊരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒരു വൈകല്യം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഗവൺമെന്റിന്റെ ഒരു നീക്കമുണ്ട് ഇങ്ങനത്തെ കുട്ടികളെ ഒരു എസ്പെഷ്യലി സ്ക്രൈബ് ചെയ്താനായിട്ട് ക്ലാസ് റൂമിൽ പരീക്ഷകൾ എഴുതുമ്പോൾ അവർക്കൊരു പരിഗണന കൊടുക്കണം എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അതല്ലാതെ ഇതൊരു വാസ്തവം പറഞ്ഞാൽ വൈകല്യമാണെന്ന് പറയുന്നത് പഠനത്തിന് മാത്രമാണ്. അല്ലാതെ പലപ്പോഴും പല കുട്ടികളും ബാക്കിയുള്ള കാര്യത്തിൽ വളരെ മിടുക്കരായിരിക്കും. അത് സ്ട്രീം ലൈൻ ചെയ്ത് വിടേണ്ടതാണ്. ഒരിക്കൽ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നത് പഠന വൈകല്യമുള്ള ഒരു പെൺകുട്ടിയാണ്. 14 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി 10ാം ക്ലാസ്സിൽ പോകേണ്ട കുട്ടിയാണ്. അപ്പൊ 15 വയസ്സായ കുട്ടിയാണ്. പക്ഷെ ഈ കുട്ടിയെ 9ാം ക്ലാസ്സിൽ ഫെയിൽ ചെയ്തു, സ്കൂളിൽ ഫെയിലായി.
സോ എന്റെ പേരന്റിന് അടുത്ത ക്ലാസ്സിലോട്ട് പോവാന്ന് വെച്ചാൽ 10th പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. 6ാം ക്ലാസ്സിലെ കുട്ടിയുടെ അത്ര പോലും ഈ കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ സംഭവം 9 വരെ എത്തി. അപ്പൊ ഇവര് വന്നപ്പോ ഞാൻ ഈ അമ്മയോട് സംസാരിച്ചു വന്നപ്പോ ഈ അമ്മ ഒരു ബ്യൂട്ടീഷ്യനാണ്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, വൈ ഡോണ്ട് യു ടീച്ചർ ബ്യൂട്ടി പാർലർ ട്രെയിനിങ്, അതിന് വിട്ടാൽ എന്താ? പക്ഷെ എങ്ങനെയെങ്കിലും ഒരു 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണ്ടേ? ശരി 10 ഒന്നുകൂടെ എഴുതിപ്പിക്കൂ. പക്ഷെ അതിനേക്കാൾ ഈ വർഷങ്ങൾ കളയുന്നതിനേക്കാൾ നല്ലത് ഈ കുട്ടിക്കും താല്പര്യമായിരിക്കും ഒരു ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് കോഴ്സ് ചെയ്യാൻ. എന്തായാലും ആ കുട്ടി ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് കോഴ്സ് ചെയ്ത് നല്ലൊരു ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഇതാണ് വേണ്ടത്. നമ്മൾ പഠന വൈകല്യം എല്ലാവർക്കും എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടി തന്നെ ലൈഫ് സക്സസ്ഫുൾ ആക്കണം എന്നില്ല. നമുക്ക് ഏൺ ചെയ്യാനായിട്ട് വേറെ ഒരുപാട് രീതികളുണ്ട്. ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠന വൈകല്യം ഉള്ള കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കോഴ്സസ് എടുത്ത് അവരെ സക്സസ്ഫുൾ ആക്കുക. അവരെ കൊണ്ട് പറ്റാത്ത കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേക്കാളും നല്ലത് പറ്റുന്ന കാര്യം ചെയ്യിപ്പിക്കുക. അത് കണ്ടുപിടിക്കുക. കാരണം എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവ് ദൈവം തന്നിരിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് കണ്ടുപിടിച്ച് അതിൽ ഷൈൻ ചെയ്യാൻ നോക്കുക. പറ്റാത്ത കാര്യം ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഒരിക്കലും ഷൈനും ആവത്തില്ല, നമ്മൾ നിരാശപ്പെടുകയുള്ളൂ. അതുപോലെ ശ്രദ്ധയില്ലായ്മയും അമിതാവേശത്തെയും കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ആവേശം അത് ഈ പ്രായത്തിൽ നന്നല്ലേ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും ആവേശം ആവശ്യമല്ലേ, നനഞ്ഞിരിക്കുന്നതിനേക്കാൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതല്ലേ നല്ലത്? ആവേശം നല്ലതാണ്, അമിതാവേശം നല്ലതാണ്. പക്ഷെ അമിതാവേശം കൊണ്ട് നമുക്ക് അറ്റൻഷൻ ഇല്ലാതെ വരിക, ഈ രണ്ടെണ്ണം ഒന്നിച്ചു വരണം. അമിതാവേശത്തിനോടൊപ്പം ശ്രദ്ധ കുറവ് വരിക, ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, ക്ലാസ് റൂമിൽ നമ്മൾ ഫെയിലിയർ ആകുക, നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് ഈ ADHD വന്നു കഴിഞ്ഞാൽ അവർ മാരിറ്റൽ ലൈഫും ഫെയിലിയർ ആണ്. പക്ഷെ പങ്കാളിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും ശ്രദ്ധിക്കത്തില്ല, വളരെ അമിതാവേശം കാണിക്കും, കാര്യങ്ങളെല്ലാം ചിലപ്പം നല്ല രീതിയിലായിരിക്കില്ല മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് അത്ര നല്ലതല്ല. അല്ലാതെ ആക്റ്റീവായിരിക്കുക എന്നുള്ളത് എപ്പോഴും നല്ല. ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒരു അൺസക്സസ്ഫുൾ ലൈഫ് വരുമ്പോഴാണ് അമിതാവേശം നല്ലതല്ല. അമിതാവേശം ആൻഡ് ശ്രദ്ധ, അതുകൊണ്ടാണ് ADHD, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. നമസ്കാരം, സമൂഹ വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം, പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? ഹലോ സാർ, ഹലോ, പേര് പറഞ്ഞോളൂ സാർ. പേരെന്താണ്? പറഞ്ഞോളൂ. അരുൺരാജ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അരുൺരാജ് ചോദിച്ചോളൂ, മാഡത്തോട് ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചോളൂ. +2 കഴിഞ്ഞിട്ട് MBBS കോഴ്സിന് പോയിട്ട് അവിടെ 1 വർഷം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പഠിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടുന്നിപ്പോ സുഹൃത്തുക്കളോട് കൂടി നടക്കുന്നതാണ്. +2 കഴിഞ്ഞ് MBBS കോഴ്സിന് ചേർന്നിട്ട് തിരിച്ചു പോന്നു. തിരിച്ചു പോന്നു. MBBS കോഴ്സ് എൻട്രൻസ് എഴുതി കിട്ടിയതാണോ പേയ്മെന്റ് സീറ്റ് ആയിരുന്നോ? എൻട്രൻസ് ചെയ്തിന്, പക്ഷെ എങ്ങനെ പൂർത്തിയാക്കിയില്ല. എൻട്രൻസ് എഴുതി കിട്ടിയിട്ട് പൂർത്തിയാക്കാതെ തിരിച്ചു വന്നെങ്കിൽ ഹോസ്റ്റലിലാണോ താമസിച്ചിരുന്നത്? എന്താ കാരണം? അത് കാരണം എന്താന്ന് കണ്ടുപിടിച്ച എന്താ പറയാ, കുട്ടിയെ പിന്നെയും തിരിച്ച് കോളേജിൽ ചേർക്കാൻ നോക്കണം. ഇനി അവര് ചേർക്കാൻ പറ്റില്ല. എന്നാ വർഷം 1 വർഷം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് വന്നതാണ്. ഇനി പോകുന്നില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നുള്ള കാഴ്ച കഴിഞ്ഞാലേ പോകും. അല്ലല്ല, ഇത് ഈ ഒരു കാരണം എന്തായാലും ശരി, കോളേജ് അധികൃതരെ അറിയിക്കുകയും അന്വേഷിച്ചിട്ട് ആ കുട്ടിക്ക് ചിലവ് വേണമെങ്കിൽ കോളേജ് മാറ്റി കൊടുക്കും അവര്. അത് കോളേജ് മാറ്റി കൊടുക്കാൻ നമ്മൾ തലശ്ശേരി പോയി നോക്കുമ്പോ അത് അവര് പറഞ്ഞ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടിയെ ശരിക്കും പറഞ്ഞ ഒരു സൈക്കാട്രിസ്റ്റിനോ കൗൺസിലറെ പോയി കാണിക്കണം. ഇത് വളരെ ഒരു എന്താ പറയാ, നിസ്സാരമായിട്ട് വിടാൻ പറ്റില്ല. കാരണം മെഡിസിന് കിട്ടിയ കുട്ടിയാണ്, പഠിക്കാൻ മിടുക്കനായ ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി എന്തുകൊണ്ട് പഠിക്കാൻ മുമ്പോട്ട് പോകുന്നില്ല? ഒന്നെങ്കിൽ മെഡിസിൻ എന്നുള്ളൊരു സബ്ജക്റ്റിനോട് താല്പര്യക്കുറവ് വന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടെ കോളേജിൽ എന്തെങ്കിലും വല്ല തിക്തമായ അനുഭവങ്ങൾ കാരണം പഠിക്കാൻ താല്പര്യപ്പെടാതെ പോകുന്നതായിരിക്കും. എന്താണ് കാരണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് ഇതിന് പരിഹരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ മാഡം? ഓക്കെ മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി.
ഇവിടെ നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പിലോട്ട് അടുക്കുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ശ്രദ്ധയില്ലായ്മയെക്കുറിച്ചും അമിതാവേശത്തെക്കുറിച്ചും ADHD-യെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി സംസാരിച്ച് ഷോ വൈൻഡപ്പിലേക്ക് എത്തുന്ന അവസരത്തിൽ ചോദിക്കുകയാണ് മാഡം, നമ്മുടെ ഒരു കുട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ സ്ഥാനമുണ്ട് കുടുംബത്തിനും അധ്യാപകർക്കും സ്കൂളുകൾക്കും. ഈ ADHD കണ്ടെത്തുന്ന കുട്ടിയെ മുഖ്യധാരയിൽ അല്ലെങ്കിൽ അവന്റെ ജീവിത പന്ഥാവിലേക്ക് കൊണ്ടെത്തിച്ച് ജീവിത വിജയം കരസ്ഥമാക്കുവാൻ അധ്യാപകർക്കും പാരന്റ്സിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ലഘുവായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ അവസാനിപ്പിക്കാം. അധ്യാപകര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ അവര് കറക്റ്റായിട്ട് പേരന്റ്സിന് മനസ്സിലാക്കുകയും അധ്യാപകർ ADHD എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകർക്ക് നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. DPI SSA വഴിയാണ് ഡെപ്യൂട്ടേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. കഴിയുന്നതും ഈ എങ്ങനെയാണ് ADHD കുട്ടികളെ ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ള നല്ലൊരു വ്യക്തമായ ധാരണ ഒരു അധ്യാപകന് ഉണ്ടാകണം. അതുപോലെ തന്നെ പേരന്റും കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതെന്നുള്ളത് നല്ലൊരു നോളജ് അവർ കരസ്ഥമാക്കിയിരിക്കണം. അപ്പൊ നാച്ചുറലി അവർ അറിവ് വന്നു കഴിഞ്ഞാൽ അത് തനിയെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും മാഡം, നമുക്ക് അനുഭവിച്ചിരിക്കുന്ന സമയം ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന ശ്രദ്ധയില്ലായ്മയെക്കുറിച്ചും അമിതാവേശത്തെക്കുറിച്ചും ADHD-യെക്കുറിച്ചും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി സംസാരിച്ച മാഡത്തിന് ഈ അവസരത്തിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം എന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.